ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കാമക്രോധമോഹ സ്മൃതിഭ്രംശ ബുദ്ധിനാശ സർവനാശകാരണത്വാത് എന്ന 44-ാമത്തെ സൂത്രം ആയതുകൊണ്ട് കാമത്തിനും ക്രോധത്തിനും മോഹത്തിനും സ്മൃതിഭ്രംശത്തിനും കാരണമായതുകൊണ്ട് അത് നശിച്ചു കഴിഞ്ഞാൽ കാമം, ക്രോധം, മോഹം, സ്മൃതിഭ്രംശം ഇത് കാരണം സർവനാശകാരണത്വാത് സർവനാശത്തിനും കാരണമാകുന്നു എന്നുള്ളത് കൊണ്ട് ദുസ്സംഗഃ ത്യാജ്യഃ ദുസ്സംഗം സർവവിധേനയും ത്യജിക്കേണ്ടതാകുന്നു എന്ന് ആചാര്യൻ ഉറപ്പിച്ച് പറയുക ചെയ്യുന്നത്. അതിന് ഗീതയിൽ നിന്ന് ഉദ്ധരിച്ചു. കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി വിഭ്രമഃ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്യതി എന്ന ശ്ലോകത്തെ. അപ്പോ അവിടെ വാസ്തവത്തില് കാര്യാകാര്യ വിവേകരൂപമായ അന്ധക്കരണത്തിന്റെ യോഗ്യതയെ തെളിയിക്കുന്നതാണ് ബുദ്ധി. അത് നടക്കാതാവുന്നു. കാര്യകാരണങ്ങളെ വേർതിരിക്കാനുള്ള കാര്യാകാര്യ വിവേക ബുദ്ധി നഷ്ടപ്പെടുന്നു. അല്ലാതെ അവിടുത്തെ ബുദ്ധി ഇല്ല എന്നൊന്നും പറഞ്ഞില്ല. കാര്യമേത് അകാര്യമേത്, ശരിയേത് തെറ്റേത് എന്നതിനെ വേർതിരിക്കാനുള്ള, അഥവാ ശരിയെ തെറ്റെന്നോ തെറ്റിനെ ശരിയെന്നോ കാണുന്നു. അതാണ് വിവേകരൂപമായ ബുദ്ധി നശിക്കുന്നു എന്നേ പറഞ്ഞത്. അല്ലാതെ അറിവുണ്ടാവില്ല എന്നൊന്നും പറഞ്ഞില്ല. അതാണ് നമ്മൾ പൊതുവെ കാണുന്നത്. പ്രണാശം ഇവയെക്കുറിച്ച് 2-ാം അധ്യായം 62-63 ശ്ലോകങ്ങളിൽ ഭാഗവതത്തിലും പ്രതിപാദിക്കുന്നുണ്ടെന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞില്ല. ഏതായാലും വിഷയാൻ ധ്യായത ചിത്തം വിഷയേഷു വിസജ്ജതേ മാമനുസ്മരത ചിത്തം മയ്യേവ പ്രവിലീയതേ. വിഷയങ്ങളെ നയിക്കുന്നവന്റെ മനസ്സ് വിഷയങ്ങളിൽ ആസക്തമാകുന്നു. എന്തൊന്നിനെയാണോ നമ്മൾ ചിന്തിക്കുന്നത് അതിന്റെ ആകാരത്തെ പ്രാപിക്കുന്നു. എന്നെ സ്മരിക്കുന്നവന്റെ മനസ്സ്, എന്നെ എന്ന് പറയുമ്പോൾ അവിടെ ആത്മാ എന്ന് വേണം മനസ്സിലാക്കാൻ. പരമാത്മാ, പരം ശബ്ദം ആപേക്ഷികമാണ് എന്നാലും. അതുകൊണ്ട് അവിടെ ഈ രൂപവത്തായ അതിനെ നമ്മൾ സ്മരിക്കുന്നില്ല. അവിടെ പരം തത്വത്തെ, ഈശ്വര തത്വത്തെ, ഈശ്വരൻ രണ്ടില്ലല്ലോ. അത് കഴിഞ്ഞ് തരംഗായുധ അപീമേ സംഘ സമുദ്രായന്തേ എന്ന് പറഞ്ഞിരിക്കുക. തരംഗായുധ അപി, അലകൾ പോലെയേ ഉള്ളുവെങ്കിലും, കാരണം ഒരു സമുദ്രത്തിന്റെ തീരത്ത് പോകുമ്പോൾ തിരകള് അത് ചെറുതായി വരുന്നത് കാണുന്നുണ്ടെങ്കിലും അത് എത്രയാണുള്ളത്, അത് അപാരമാണ്. ചെറിയ തിരകളാണത്, പിന്നെ പിന്നാലെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ടാണ്. അതുപോലെ ഈ കാമക്രോധങ്ങൾ, ലോഭമോഹങ്ങൾ, മതമാത്സര്യാദി, ഡംബ്, അസൂയ ഇവയൊക്കെ ചെറുതായിട്ടാണ് തോന്നുന്നതെങ്കിലും അത് അപാരമാണ്. അത് നിരന്തരമായ ഒരു ചിന്താ തരംഗത്തിന് നമ്മൾ അടിമപ്പെടുത്തും. അതുകൊണ്ട് എന്ത് വേണം? അതിന് അടിമയാവരുത് നമ്മൾ. അവയെ നാം അടിമയാക്കണം വിവേകം കൊണ്ട്. വിവേകം കൊണ്ട് എപ്പോഴും വികാരത്തെ നിയന്ത്രിക്കാൻ കഴിയണം എന്ന് താല്പര്യം. അല്ലാത്തവരെന്ത് ചെയ്യുന്നു? അല്പസമയത്തെ ദുസ്സംഗം കൊണ്ട് തന്നെ കാമാദികളുടെ പിടിയിൽ അമർന്ന് ദീർഘകാലം കൊടിയ ക്ലേശം അനുഭവിച്ച കഥ അജാമിളൻ തുടങ്ങിയവരിലൂടെ നമുക്ക് കാണാം എന്ന് പറയാം. കൊടിയ താപം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. നിസ്സാരമാണെന്ന് കാണരുത്. അല്പസമയത്തെ ദുസ്സംഗം കൊണ്ട് തന്നെ. അപ്പൊ ദുസ്സംഗത്തിന് വളരെ പ്രബലമായ ഒരു ശക്തിയുണ്ട്. കാരണം പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടി കാമക്രോധങ്ങളൊക്കെ അതിന്റെ ഭാവമാണ്. പ്രകൃതിയിൽ നിന്നും നമുക്ക് വന്നു ചേർന്നവയാണ്. സ്വഭാവമല്ല, സ്വന്തം ഭാവമല്ല. എന്നാലും അവയ്ക്ക് സ്വാധീന ശക്തിയില്ല. വന്നു ചേർന്നതിനെ മാറ്റാൻ പറ്റൂ, സ്വഭാവത്തെ മാറ്റാൻ പറ്റില്ല. സ്വന്തം ഭാവം സ്നേഹമാണ്, പ്രേമസ്വരൂപനാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അതിനെ മറയ്ക്കപ്പെടുന്നു. എന്ത്?
പ്രകൃതിയിൽ പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടി പ്രകൃതി ഒരുക്കിയിരിക്കുന്നത് ഒരു കെണിയായി മാറുന്നതാണ്. ഈ ഒരു ഓർമ്മ എപ്പോഴും ആ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധമുള്ളവരെ സംബന്ധിച്ച് പ്രകൃതിയുടെ ആ പിടിയിൽ നാം അമരുന്നില്ല. മറിച്ച് പ്രകൃതിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇഷ്ടാനുസരണം വിനിയോഗിക്കാൻ നമുക്ക് കഴിയുന്നു, ധർമാനുസരണം ഉപയോഗിക്കാൻ കഴിയുന്നു. എന്നെ നീ അടിമയൊന്നും ആക്കണ്ട, നിന്നെ ഞാൻ അടിമയാക്കിയിരിക്കുന്നു. ഏതോ ആവാം, പക്ഷെ എപ്പോഴും എന്ത് വേണം? അതിനടിമയാവാതെ സൂക്ഷിക്കുക എന്നുള്ള ഒരു കൃതകൃത്യതാ ബോധത്തിൽ നിന്നുണ്ടാവുന്ന ഭാവം നമുക്ക് എപ്പോഴും വേണം. ഇതാണ് എപ്പോഴും ഓർക്കണമെന്നേ ഉള്ളൂ. അപ്പൊ വിവേകം കെട്ടടങ്ങാതെ അപ്പൊ എന്ത് വേണം? ഒരു ലെവലിൽ എത്തുന്നത് വരെ സത്സംഗം അനിവാര്യം. ഇവിടെ പറയുന്ന മുഴുവൻ സത്സംഗത്തിന്റെ മഹിമയെ കുറിച്ചാണ്. സത്സംഗമാണ് ഏതൊരാളെയും ഉയർത്തുന്നത്. സത്സംഗമാണ് ഉയർത്തുന്നത് പറയുന്നത് ദുസ്സംഗം ഉപേക്ഷിക്കപ്പെടണം. രണ്ടും കൂടി നടക്കില്ല. ക്രമികമായി ദുസ്സംഗം എന്ത് ചെയ്യുന്നു? സത്സംഗത്തിൽ നമ്മളെ അകറ്റിക്കൊണ്ടുപോകും. അവിടെ എവിടെ എവിടെ സത്സംഗം ലഭിക്കും? ഇന്ന ആള് എന്നില്ല, ഇന്ന സ്ഥലത്തെന്നില്ല. സത്സംഗമാണോ? ഒരുപാട് പോരായ്മകളുണ്ടാവും. സത്സംഗത്തിൽ തന്നെ പോരായ്മകളുണ്ട്. കാരണം വെച്ചാല് ഇപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ പഠിക്കാം, നിങ്ങൾ മറ്റൊരുത്തിൽ പോകരുത് എന്നൊക്കെ പറഞ്ഞാലേ ഉണ്ടാവും. അപ്പൊ ദുസ്സംഗം അല്ലേ എന്ന് ചോദിച്ചാൽ എന്നാലും നമ്മൾക്ക് പരിഗണിക്കാം. എന്തുകൊണ്ട്? നമ്മളത് കേൾക്കണ്ടാച്ചാൽ മതി. എന്നാലും അവിടെ നല്ല കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ആ നല്ല കാര്യത്തിന് വേണ്ടി നമുക്ക് ചിലപ്പോഴൊക്കെ അല്ലേ, എന്നാലും ഇവിടെ ദോഷമായിട്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ദോഷം വരുന്നൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടാക്കാം. അല്ലാതെ എന്താ പറയാ? നേരത്തെ പറഞ്ഞ തലത്തിലാണോന്നും അതും അറിയില്ല. ചിലപ്പോ ഒരു വേലിക്കെട്ട് എന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞേക്കാം വരും. ആദ്യം തന്നെ സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നശിച്ചു പോയാലോ? ഏതാന്ന് നമുക്ക് മനസ്സിലാകും. നമുക്ക് ഒന്നേ ഉള്ളൂ, സത്സംഗമാണോ അതൊരു പരിധിയും പരിമിതിയും ഇല്ലാതെ പോയാൽ അത് നമ്മുടെ വ്യക്തിത്വത്തെ ഉയർത്തുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. ദുസ്സംഗം സർവ്വവിധത്തിലും ത്യജിക്കേണ്ടതാണ്. ഇത് പറയാനാണ് ഇത്രയും പറഞ്ഞത്. ഇവിടെ ഈ കണ്ട സൂത്രങ്ങൾ മുഴുവൻ പറഞ്ഞത് ഈ സത്സംഗത്തിന്റെ മാഹാത്മ്യം പറയാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇവിടെ പറയുകയാണ്, ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ, ദൃഷ്ടാന്തങ്ങള് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും നമുക്ക് കാണാം. സത്സംഗത്തിന്റെ മഹിമയെ പറയാം. ഒന്നും ഇവിടെ പറയുന്നില്ല. ഇവിടെ സൂത്രമാണ് അവതരിപ്പിക്കുന്നത്. ഈ സൂത്രത്തെ പിൻപറ്റി ഒരുപാട് കഥകളും ഉപകഥകളുമായിട്ട് ഒക്കെ നമുക്ക് കാണാം സത്സംഗത്തിന്റെ മഹിമയുണ്ട്. അവിടെ ഏത് വിധത്തിൽ എവിടെ എവിടെ സത്സംഗമുണ്ടോ, സജ്ജനങ്ങളുമായുള്ള സംഘമുണ്ടോ, അല്ലെങ്കിൽ സത്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ, അവിടെ അവിടെ നമ്മളൊരു ചെവി കൊടുക്കണം എന്നാണ് പറഞ്ഞത് താല്പര്യം. കസ്തരതി കസ്തരതി മായാം യസംഗം ത്യജതി യോ മഹാനുഭാവം സേവതേ നിർമ്മമോ ഭവതി എന്നുള്ള 46-ാമത്തെ സൂത്രം കുറച്ച് ദീർഘമാണ്. കസ്തരതി കസ്തരതി മായാം യസംഗം ത്യജതി യോ മഹാനുഭാവം സേവതേ നിർമ്മമോ ഭവതി. ഇതുവരെ പറഞ്ഞതിനെ ഉപസംഹരിക്കുകയാണ്. എന്താ ഉപസംഹരിക്കുന്നത്? കഹ ഏതൊരുവൻ മായ മായയെ, മായ യാമാ താ മായ, യാതൊന്നാണോ ഇല്ലാത്തത് അതാകുന്ന മായ. ആ മായയെ, ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്നു, ആ മായയെ തരതി തരണം ചെയ്യുന്നു. ആരാണോ ഈ മായയെ തരതി തരണം ചെയ്യുന്നത്? യഹ അയാൾ സംഘം സംഘത്തെ ത്യജതി വെടിയുന്നുവോ, യാതൊരുവൻ മഹാനുഭാവം മഹാത്മാവിനെ സേവതേ സേവിക്കുന്നുവോ, അങ്ങനെയുള്ള ആള് എന്തായി തീരുന്നു? മമതയില്ലാത്തവനായി മായയെ തരണം ചെയ്യുന്നു. അപ്പൊ മായയെ തരണം ചെയ്യാനുള്ള ഒരു സൂത്രം പറയാം അവിടെ ചെയ്യുന്നത്. മമത്വം ഉപേക്ഷിക്കപ്പെടും. മമത്വം, എന്റെകളെ ഡോസ് കുറഞ്ഞു വരും. എന്താ ഇപ്പൊ എന്റെ ഉള്ളത്? ഈ ഒരു ചിന്ത ബാഹ്യമായിട്ട് നമ്മൾ ആദ്യം തന്നെ എന്റെകളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ സംഗതി കുഴപ്പം. നമ്മൾ ചർച്ച ചെയ്തില്ല വിഷയം. അതുകൊണ്ട് അവിടെ ഉപസംഹാര വേള എന്ന് പറയാൻ കാരണം, എന്റെ അല്ലെങ്കിലും എന്റെ എന്ന പോലെ തന്നെ ഞാൻ അഭിനയിക്കേണ്ടതുണ്ട്. ആ അഭിനയമാണെന്ന് തോന്നരുത്, യാഥാർത്ഥ്യമാണെന്ന് തോന്നലുണ്ടാവും.
അതെ, പ്ലാസ്റ്റിക് പൂവ് ഒറിജിനൽ പൂവിനേക്കാൾ പിന്നെ വെല്ലുന്ന പ്ലാസ്റ്റിക് പൂക്കളുണ്ട്. കണ്ടാ പെട്ടെന്ന് തിരിച്ചറിയാത്തത്. പക്ഷെ തേനീച്ചകൾ തിരിച്ചറിയും. അതുമല്ല അങ്ങനെയുള്ള തേനീച്ചനെ തന്നെ കൊണ്ടുപോയി ഉണ്ടാക്കി വയ്ക്കേണ്ടി വരും. അല്ലാതെ ഒറിജിനൽ അല്ലേ പൂമ്പാറ്റകളൊക്കെ തിരിച്ചറിയും. എന്നാലും അതിന് വെല്ലുന്നതുണ്ട്. ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെ, ഇപ്പോൾ ചില മരിച്ച വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കരയുന്നത് കണ്ടാൽ ചിലപ്പോൾ ഒറിജിനൽ കരയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാനൊക്കെ തോന്നിക്കും. പക്ഷെ അഭിനയത്തിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. എന്താ ഒറിജിനലിൽ വെല്ലുന്ന കരച്ചിലുണ്ടാവില്ലേ അഭിനയത്തിൽ? നടീനടന്മാര് നാടകത്തിൽ സിനിമയിലൊക്കെ അല്ലേ എന്തൊരു അഭിനയം കൊണ്ട് നേടാൻ കഴിയാത്തതുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം ഇങ്ങനെ കാപട്യമാണോ പറഞ്ഞു കൊടുക്കേണ്ടത്? അല്ല. സ്വാഭാവികമായിട്ട് ഈ ലോകമാവുന്ന നാടകത്തിൽ ഞാനൊരു നടീനടൻ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. ഈ മനസ്സിലായി കഴിഞ്ഞാൽ ഒറിജിനലിനെ വെല്ലുന്ന അഭിനയം നമുക്കും ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോയിട്ട് വേറെവിടെയൊക്കെ കൊണ്ടുപോയിട്ട് എന്നൊക്കെ വരും. ലോകത്ത് ജീവിതം സാധ്യമല്ല. അതുകൊണ്ട് ലോകത്തെ ജീവിതത്തിൽ നിന്ന് എല്ലാവരും എന്തോ വേദാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു സാധനമാണെന്നൊന്നും വിചാരിച്ചു പോകണ്ട. മറിച്ച് എന്ത് വേണം? ആരെക്കാളും അയാൾക്ക് ലോകത്ത് ജീവിക്കാൻ പറ്റും. ഏതൊരാളുടെ ഇടയിലും അയാൾക്ക് ജീവിക്കാൻ പറ്റും. അയാൾ എങ്ങോട്ട് ഒളിച്ചോളൊന്നും വേണ്ട. മറ്റുള്ളവരെക്കാൾ അല്ലേ ലൗകികൻ തന്നെയാണ് അയാൾ. പക്ഷെ അതേ സമയത്ത് എന്താണ്? ഉള്ളിന്റെ ഉള്ളിൽ ഒന്നിനാലും കുലുങ്ങാതെ തന്റെ സ്വത്വത്തെ തിരിച്ചറിഞ്ഞ് അയാൾക്ക് വസിക്കാൻ പറ്റും. ഇതാണ് ഏത് മമത്വം ഉപേക്ഷിക്കുക എന്നതോട് ഉദ്ദേശിച്ചത്. ഉള്ളുകൊണ്ട് കാഷായമാവുക. പുറമെ കാഷായം എടുത്തോളം എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. പുറമെ കാഷായം എടുക്കണമെങ്കിൽ അതിൻ്റെതായ കുറച്ച് ഇല്ലേ, പുറമെ കഷായമാവണമെന്നല്ല. ഉള്ളുകൊണ്ട് എന്തായാലും കാഷായം തന്നെയാണ്. ഉള്ളിൽ കഷായവും പുറത്ത് കാഷായവുമായ കുഴപ്പം. അതെ, ഉള്ളിൽ കഷായം പുറത്ത് കാഷായം എടുത്താൽ കുഴപ്പമില്ല ആവും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സംഘത്തെ ത്യജരി എന്റെകൾ. വാസ്തവത്തിൽ ഈ ശരീരം എന്ന് പറയുന്നത് പോലും ഇത് എവിടെ നിന്ന് ഉണ്ടാവും? ഇതാരും പറഞ്ഞു തന്നുള്ളൊന്നും ഉണ്ടാവില്ല. പറഞ്ഞു തന്നത് കൊണ്ടോ ബോധിപ്പിച്ചത് കൊണ്ടോ ഉണ്ടാവുന്നതാണെങ്കിൽ മറ്റൊരാൾ മറ്റൊന്ന് പറയുമ്പോൾ അത് തിരിഞ്ഞും പോകും. ഇല്ലേ? നാളൊരാൾ ചോദിച്ചു, ഈ ഒരു ഡോക്ടർ ഭാഗം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒരു വേദാന്തിയേക്കാൾ അദ്ദേഹം ശരീരശാസ്ത്രത്തെ കുറിച്ച് പഠിച്ചതല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ആവുന്നില്ല, അതിക്രമിക്കുന്നില്ല? ചോദ്യം ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ചോദിച്ചതാ. അപ്പൊ പറയുന്നത് ആ അനുഭവത്തെ വിലയിരുത്താനായിട്ട് കഴിയുന്നില്ല. താൻ എന്തൊക്കെയാണ്, താൻ ഈ കൈകാര്യം ചെയ്യുന്ന എന്തൊക്കെയാണെന്നുള്ളത് വിലയിരുത്താൻ കഴിയാത്ത ഒരാളെ സംബന്ധിച്ച് എന്തെല്ലാം അനുഭവങ്ങൾ വന്നു ചേർന്നാലും, എത്ര വന്നോട്ടെ എത്ര വരട്ടെ ഇനി എത്ര വന്നാലും അയാളെ സംബന്ധിച്ച് എന്താണ്? അയാൾ എപ്പോഴും ഈ മമത്വം തന്നെയാണ് സൂക്ഷിക്കുന്നത്. മറിച്ച് മമത്വം ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ ആന്തരികമായി ഉള്ള ഉയർച്ച, അറിവ് കൊണ്ട് മാത്രമേ അത് സാധ്യമാവൂ. ഒന്നുകൂടി വിശേഷിച്ച് പറഞ്ഞാൽ സാക്ഷാത്കാരം എന്ന് പറയാം. സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ സംശയലേശം എന്നെ അറിയും. അതിനാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഈശ്വര സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത് അതിനില്ല. സംശയലേശം എന്നെ അറിയാം. നമ്മുടെ സംശയത്തോടു കൂടി അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സംശയം നാളെ പിന്നെയും സംശയിക്കും. പാമ്പാണോ കയറാണോ എന്ന് സംശയിച്ചു. പറഞ്ഞ ആള്, അത് കണ്ട ആള് പറഞ്ഞതാ എന്നോട്, എന്റെ അടുത്ത വഴുത്തൊന്നും കിട്ടിയില്ല. നീ വെറുതെ അല്ലേ ഭയപ്പെട്ടത്, അത് പാമ്പല്ലായിരുന്നു കേട്ടോ, അത് കയറായിരുന്നു, ഒരു കയറിന്റെ തുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അയാൾ വെളിച്ചടിച്ചിട്ട് എനിക്ക് പറഞ്ഞു എന്റെ ഗുരുനാഥൻ. പക്ഷെ എന്റെ അടുത്ത് വെളിച്ചം കിട്ടിയില്ല. അതുകൊണ്ട് ഇനിയും പാമ്പ് കയറായി തീരാ. എന്താ? പക്ഷെ സാക്ഷാത്കരിച്ച് ഒരാൾക്ക് മാറുമോ? സ്വയം വെളിച്ചം അടിച്ച്, ഒരു വെളിച്ചം സമ്പാദിച്ചിട്ട് സ്വയം വെളിച്ചം അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇനി 1000 ആള് പറഞ്ഞാലും മാറുമോ അയാള്? മമത്വം ഉണ്ടാവോ? ഇല്ല. അവിടെ മമത്വം എന്ന് പറയുന്നത് തീർത്തും അറിവ് കൊണ്ട് അതിക്രമിക്കലാണ്. മലയാളത്തിൽ അതിക്രമമല്ല, ഉപരിയെത്തലാണ്. ഇത് വ്യക്തമായി പല വിധത്തിലും ആചാര്യസ്വാമികളുടെ ഭാഷ്യങ്ങളിൽ മുഴുവൻ ഇത് നമുക്ക് കാണാൻ പറ്റും. ഉപേക്ഷിക്കലല്ല, അതിക്രമിക്കലാണ്, ഉപരിയെത്തലാണെന്ന്. അങ്ങനെയുള്ള ആൾ എന്ത് ചെയ്യുന്നു? മായാം തരതി സഹ, അവൻ മായയെ തരണം ചെയ്യുന്നു. ചെയ്യുന്നല്ല, ചെയ്യുന്നു, ഉറപ്പാണത്. കളിപ്പാട്ടങ്ങളെ മുഴുവൻ ആന്തരികമായി ഉപേക്ഷിക്കുന്നു.
ദൈവീ ഹേഷാം ഗുണമയി മമ മായ ദുരത്യയ. ഏതിലുള്ളതാ? ഗീതയാണ്, ശ്രീമദ് ഭഗവത്ഗീത 7-ാം അധ്യായത്തിലെ 14-ാമത്തെ ശ്ലോകമാണത്. 7-ാം അധ്യായത്തിലെ 14-ാമത്തെ ശ്ലോകമാണ്. ഏതാ? ദൈവീ ഹേഷ ഗുണമയി മമ മായ ദുരത്യയ. ഈശ്വരനായ എൻ്റെ ഗുണമയിയായ ഈ മായയെ എന്ത് വരുന്നു? ഈ ജീവനെ, ഈ മായയെ തരണം ചെയ്യാൻ വളരെ പ്രയാസകരമാണ്. എളുപ്പമൊന്നുമല്ല ഈ മായയെ തരണം ചെയ്യല്. കാരണം അഗ്നിയിൽ നിന്ന് തന്നെയാണ് പുകയുണ്ടാവുന്നത്. ആ പുക തന്നെയാണ് അഗ്നിയെ മറയ്ക്കുന്നത്. ഒറ്റ വഴിയേ ഉള്ളൂ, എന്ത്? അഗ്നിയെ നല്ലോണം ജ്വലിപ്പിക്കുക. വിവേകമാവുന്ന അഗ്നിയെ കെടാതെ എപ്പോഴും ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നാൽ വികാരമാകുന്ന പുകച്ചുരുളുകളാൽ ഈ വിവേകം മറയ്ക്കാൻ അനുവദിക്കരുത്. നിത്യനിരന്തരമായ സാധന. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് ഭക്തി സാധനാനി എന്ന് പേരിട്ടത്. ഇതിന് മുഴുവനാണ് സാധനയുടെ പ്രാധാന്യം വിവരിക്കുകയാണ്. നിത്യനിരന്തരമായി ഈ വിവേകത്തെ ഉയർത്തുന്ന തരത്തിലുള്ള, അതിനെ സാധന എന്ന് പറയുന്നത്. നമ്മൾ സാധന എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയോ വിചാരിച്ചിരിക്കുന്നുണ്ട്. അതിന്റെ നേരത്തെ പറഞ്ഞു, ഉണ്ട്, പ്രാധാന്യമുണ്ട്. ഇരിക്കലിന് പ്രാധാന്യമുണ്ട്, പുറത്താക്കലിന് പ്രാധാന്യമുണ്ട്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് തന്നെയാണ്. സമങ്കായ ശിരോഗ്രീവം ധാരയൻ അജലം ധ്രുവം എന്നതൊക്കെ കാര്യമുണ്ട്. എങ്കിലും ഇവിടെ എന്താണ്, എന്തിനു വേണ്ടി? ഒരു നാമം ലഭിച്ചു, മന്ത്രം ലഭിച്ചു, നാരായണ നാരായണ ജപിച്ചു. എന്താണ് ഈ നാരായണൻ? എന്തിനു വേണ്ടി അത് ലഭിക്കണം? ഈ ഒരു വിവേകം, ഈ ഒരു ഇത് ഇല്ലെങ്കിൽ എന്തിന്, എന്തിന്, എങ്ങനെ എന്നീ 3 ചോദ്യങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ഒരാൾക്കത് കഴിയുന്നു, അയാൾ നാമം ജപിക്കുന്നു, എനിക്കത് കഴിയുന്നില്ലെങ്കിൽ ആ നാമജപം എന്നുള്ള ഒരു സത്സംഗത്തിന്റെ തലം അതുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ വയ്യ. അത് നമ്മുടെ പൂർവാചാര്യന്മാര്, നമ്മുടെ മറ്റുള്ളവരൊക്കെ ചെയ്ത് അതിന് ഒരു ശക്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ശക്തി എനിക്ക് സ്വായത്തമാവണമെങ്കിൽ ഞാൻ എന്തിനു ചെയ്യുന്നു എന്ന് എനിക്കുണ്ടാവണം. അല്ലെ, അതിന് കോട്ടൊന്നും സംഭവിക്കുന്നില്ല. അത് ലോകത്ത് നിലനിൽക്കുകയും ചെയ്യും. അതും ഗുണമാണ്, അതിന്റെ ദോഷമൊന്നുമല്ല. അത് ഒരു നാമം നിത്യം കുറെ ആൾ നാമം ജപിച്ചോളൂ എന്ന് പറഞ്ഞാൽ നാമം നിലനിൽക്കും. ആ നാമം ജപിക്കുന്നിടത്ത് അതിന് സ്വാഭാവികമായ തരംഗഗതി ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് പറയാമെങ്കിലും ഒരു വ്യക്തിത്വത്തെ ഉയർത്തുന്ന തരത്തിൽ അത് എന്തിന്, എങ്ങനെ, എന്തിന് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി എൻ്റെ വിവേക പ്രജ്ഞയെ ഉയർത്താനായിക്കൊണ്ടായിരിക്കണം. ജ്ഞാത്വ കർമ്മ സമാചരേ. ഉത്തരം ജ്ഞാത്വ കർമ്മ സമാചരേ. അറിഞ്ഞ് നല്ലതുപോലെ അനുഷ്ഠിക്കുമ്പോഴാണ് അത് നമ്മെ ഉയർത്തുന്നത്. അറിയാതെ അനുഷ്ഠിച്ചൂടെ? അനുഷ്ഠിക്കാം, തെറ്റൊന്നും പറയാൻ വയ്യ. ഗുണമുണ്ടാവും, പക്ഷെ അതിന്റെ ഗുണം പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ അറിഞ്ഞ് നല്ലത്. ഇപ്പൊ ഗായത്രി എന്ന് പറയുമ്പോൾ ഗാനം ചെയ്യുന്നതിനെ ത്രാണനം ചെയ്യിക്കുന്നത് എന്ന് ഗായത്രി മന്ത്രത്തിന് അർത്ഥമുണ്ട്. മന്ത്രങ്ങളിൽ ഞാൻ ഗായത്രി ആകുന്നു എന്ന് പറയുമ്പോൾ ചൊല്ലുന്നത് കൊണ്ട് തന്നെ അത് ഉയർത്തുന്നുണ്ട്. എന്നാൽ ഞാൻ ചൊല്ലുന്നത് കൊണ്ടെന്ന് ഞാൻ അർത്ഥം അറിയണ്ടെന്നല്ല അതിനർത്ഥം. അർത്ഥം പറഞ്ഞ കൂടുതൽ ഗുണമായി. അറിഞ്ഞില്ലെങ്കിലും ഗുണമാണ് എന്ന് പറഞ്ഞാൽ അറിയണ്ട എന്ന അർത്ഥമില്ല. അതുകൊണ്ടാണ് ഞാൻ എന്തിനു ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വ്യക്തിപരമായ ഉയർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇത് തെറ്റിദ്ധരിക്കാറുണ്ട്. ഒക്കെ അർത്ഥം അറിഞ്ഞിട്ടേ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ഒരാൾ പറഞ്ഞു, അങ്ങനെ ഒന്നും ഇവിടെ പറഞ്ഞില്ല. അതുകൊണ്ട് ദോഷമുണ്ട്, ദോഷം ഒരിക്കലും ഉണ്ടാവില്ല. അത് ഗുണമുള്ളത് കൊണ്ടാണല്ലോ ലോകത്തിന് ഉപദേശിച്ചു കൊടുത്തത്. പക്ഷെ നമുക്ക് വ്യക്തിപരമായ ഉയർച്ചയ്ക്ക് കാരണമാവണമെങ്കിൽ തീർച്ചയായിട്ടും ജ്ഞാത്വ കർമ്മ സമാചരേ, അറിഞ്ഞ് നല്ലതുപോലെ അനുഷ്ഠിക്കൂ. ഏഷാമായ ഭഗവത സർഗസ്ഥിത്യന്തകാരിണി, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നതിനുള്ള ഈശ്വരന്റെ ത്രിഗുണമയിയായ ശക്തിയാണ് മായ എന്ന് പുരാണങ്ങൾ പറയുന്നുണ്ട്. ഇതിന് പല പേരിൽ പറയും. മായ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സൃഷ്ടിസ്ഥിത്യാദി വ്യവഹാരങ്ങൾ നടത്താനുള്ള ഈ ഈശ്വരന്റെ ത്രിഗുണമയ്യായ, അയാൾ ത്രിഗുണാത്മികയാണ് മായ. പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? പ്രകൃഷേണ കൃതി, ചെയ്യപ്പെട്ടത്, നല്ലതുപോലെ ചെയ്യപ്പെട്ടതാണ് പ്രകൃതി. എങ്ങനെ ചെയ്യപ്പെട്ടു? 3 ഗുണങ്ങളെ കൊണ്ട്. സത്വം രജഃ തമ, 3 ഗുണങ്ങൾ. സാത്വികം, രാജസികം, താമസികം. അതുകൊണ്ട് ഈ പ്രകൃതിയെ മൊത്തം നമുക്ക്, പ്രപഞ്ചത്തെ മൊത്തം, പ്രപഞ്ചം എന്ന് പറയുമ്പോൾ പ്രകൃഷേണ പഞ്ചത്വം യഥാ തഥാ,
നല്ലതുപോലെ 5 ചേർന്നത് ഏതോ അതാണ് പ്രപഞ്ചം. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളാൽ ആണ് ഈ പ്രപഞ്ചം. ഇതിൽ 3 ഗുണങ്ങളാണ് നമുക്ക് അടിസ്ഥാനമായിട്ട് പറയുന്നത്. ഇവിടെ 3 ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഗുണങ്ങളെ നമ്മൾ 3 പട്ടികയിലാക്കി നമ്മുടെ പഠന സൗകര്യത്തിന് വേണ്ടി കൊണ്ടുവന്നേ മനസ്സിലാക്കാൻ പറ്റും. ഒരു കളർ എന്ന് പറയുന്നത് അനേക കളറുകളുണ്ട്. പക്ഷേ ഒരു ഏകദേശ കണക്ക് വെച്ചിട്ടാണ് അത് മഞ്ഞ. ആ മഞ്ഞയിൽ തന്നെ എത്രയോ കളറുകളുണ്ട് അല്ലേ? വാഹനമൊക്കെ കൊണ്ടുപോയിട്ട് പെയിന്റ് അടിക്കാനൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ഇത് കാണിച്ചു തരും. അപ്പൊ നമ്മളിത് ഇതാത് ഞാൻ ഒരു കളറിന് പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ടാ വന്നത്, ഇപ്പൊ ഏതാ വേണ്ടത് എനിക്കല്ലേ അറിയില്ല അല്ലേ? അങ്ങനെ ഉണ്ടാവും. അപ്പൊ മഞ്ഞ എന്ന് പറയുന്നത് എത്രയോ വർണ്ണങ്ങൾ ഉണ്ടാവും. ചുവപ്പ് എന്ന് പറയുന്നത് എത്ര ചുവപ്പുകളാണല്ലേ? കറുപ്പ് പോലും ഉണ്ട്. കറുപ്പ് പോലും ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന കറുപ്പൊന്നല്ല. വെളുപ്പ് പിന്നെ പറയും വേണ്ട അല്ലേ? അപ്പോ ഏകദേശം ഒരു പരിധി നമ്മൾ നിശ്ചയിക്കുക, ഇന്ന കളറ് ഇന്ന കളറ്. അല്ലാതെ പരിധി നിശ്ചയിക്കാനൊന്നും നമുക്ക് കഴിയില്ല. അങ്ങനെ നിശ്ചയിച്ചതിൽ 3 കളറുകൾ. ഇതുപോലെ ഗുണങ്ങൾക്കും അനേക ഗുണങ്ങളുടെ ഒരു സംഘാതമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ പഠന സൗകര്യത്തിന് വേണ്ടി ഒരു കുറെ കൂട്ടുന്നു. അപ്പൊ ഒരാൾ നല്ല സാത്വികനാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അങ്ങനെ അങ്ങോട്ട് നമുക്ക് അളക്കാനൊന്നും പറ്റില്ല. കാരണം നമ്മുടെ കയ്യിലെ അളവ് പോലെ ഒന്നുമില്ല. എന്നാലും നിരന്തരം, അതുകൊണ്ടാണുള്ള ആചാര്യന്മാര് അന്തേവാസിനെ മനുശാസ്തി സത്യം വധ ധർമ്മം ചര എന്ന് പറഞ്ഞത്. 1 കൊല്ലം അടുത്ത് താമസിക്കൂ, അപ്പൊ ഏകദേശം മനസ്സിലാവും അല്ലേ ഏതെല്ലാം കളറുകൾ വന്നു പോകുന്നുണ്ട്, അതിൽ ഏതെല്ലാം സാമ്യപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും. അതിൽ നിന്ന് ഏറ്റവും പ്രബലമായ കളർ ഏതാണോ അങ്ങനെയുള്ള ഒരാളാണ് അയാളിരിക്കുന്ന തലം, അവിടെ നിന്ന് അയാളെ ഉയർത്തണം എന്ന് ഗുരുനാഥന് പിടികിട്ടും അല്ലേ? കാരണം നമ്മുടെ ഉള്ളിലൊരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചൊക്കെ കളർ മാറ്റി കൊണ്ടുപോവുകയും ചെയ്യാം. ഗുരുനാഥന്റെ മുന്നിൽ പോലും നമുക്ക് കാവട്യം കളിക്കാം അല്ലേ? ഗുരുനാഥനെ പോലും നമുക്ക് വേണമെങ്കിൽ കുറച്ചു കാലമൊക്കെ കളിപ്പിക്കാൻ പറ്റും. അത് ഗുരുനാഥനെ പറ്റുമോ? ഗുരുനാഥനും പറ്റുന്നേ. കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ ഗുരുനാഥനെ വരെ പറ്റിക്കാൻ കഴിവുണ്ടാവും. അതുകൊണ്ടാണ് ഗുരുനാഥന് ഒരു അവധി വെച്ചിട്ടുള്ളത്. മനസ്സിലായില്ല? പെട്ടെന്നൊന്നും അങ്ങോട്ട് തുടങ്ങില്ല. നമ്മളൊക്കെ ഈ ഒരു മൂടുപടത്തിനുള്ളിൽ തന്നെയാണ്. നമ്മുടെ ഗുണം എന്താണെന്ന് ശരിക്കും തെളിഞ്ഞാൽ അവിടെ നിന്ന് ഉയരാൻ തുടങ്ങും. കഴിയും. ഒരു ഗുണവും ദോഷമല്ല. ആ ഗുണത്തെ ചേരുമ്പടി ചേർത്തതാണ് ചാതുർ പറഞ്ഞത്. തെറ്റിദ്ധരിക്കപ്പെട്ട ചാതുർ പറഞ്ഞത് ജാതിയാക്കി തിരിച്ചത്. എല്ലാ ജീവജാലങ്ങളിലും അതുണ്ട്. സാത്വികം, അതിന് താഴെ രാജസികം, അതിന് താഴെ താമസികം. അപ്പൊ ഏതായി? അയാളാണ് ബ്രാഹ്മണ ജാതി അല്ലേ? ബ്രാഹ്മണ ജാതിയാണ്. അതെ, വർണ്ണം. ബ്രാഹ്മണ വർണ്ണം. ഏറ്റവും കൂടുതൽ രാജസികം, അതിന് താഴെ സാത്വികം, അതിന് താഴെ താമസികം. അപ്പൊ ഏതാവും? ക്ഷത്രിയൻ. ഇനി ഏറ്റവും കൂടുതൽ രാജസികം, അതിന് താഴെ താമസികം, അതിന് താഴെ സത്വഗുണം. അപ്പൊ ഏതാവും? ഏറ്റവും കൂടുതൽ തമോ ഗുണം, അതിന് താഴെ രജോ ഗുണം, അതിന് താഴെ സത്വഗുണം. അപ്പൊ എന്താവും? അങ്ങനെയുള്ള ഓരോ കുറിച്ച് നമ്മൾ പറയുന്നില്ല. പറയാൻ നമ്മൾ അധികാരിയല്ല, അതുകൊണ്ടാ. പറഞ്ഞു മനസ്സിലായില്ല? ഗുണാതീതനെ കുറിച്ച് നമുക്കിവിടെ ചർച്ച ചെയ്യുന്നില്ല. കാരണം ഇവിടെ ഭക്തി സാധനയൊക്കെ വരുന്ന എവിടെയാണ്? ഗുണങ്ങളുമായി ബന്ധപ്പെട്ടവരാണ്. ഒരു ഗുണം മലയാളത്തിലെ ഗുണം അല്ലല്ലോ ഇവിടെ പറഞ്ഞു. ഒരു ഗുണമില്ലാതെ ഉണ്ടാവില്ല പ്രകൃതിയിൽ. അത് പറയല്ലേ. അയാളിലൊരു ഗുണമുണ്ട്. കാരണം ബാധകമല്ല എന്നുള്ളത് ഒരു ഗുണം കൊണ്ട് പറയുന്നതാ. ആണ് അല്ലേ? അല്ല, അഹങ്കാരം എന്നുള്ളത് ശരിക്കും രജോ ഗുണത്തിന്റെ ഒരു മൂർധന്യ ഭാവത്തിൽ പറയുന്നതാണ്. അഹങ്കാരം കൂടുതൽ. എല്ലാവർക്കും അഹങ്കാരമുണ്ട്, നമുക്കൊക്കെ ഉണ്ട്. അഹങ്കാരം കൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോണത് തന്നെ. അല്ല, ലോകത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അഹങ്കാരം ഉണ്ട് ഇല്ലേ? അഹങ്കാരം കുറച്ചെങ്കിലും ജീവിക്കാൻ പറ്റുമോ?
ഇല്ലെങ്കിൽ പതിച്ചിടുന്ന ദേഹം വരെ ഇടത്ത് എന്നോ നമുക്ക് വീട് പോയിട്ടുണ്ട്. ആ അഹങ്കാരത്തിന്റെ ബാക്കി ശേഷിപ്പുള്ളത് കൊണ്ടാണ് പിന്നെയും കുറച്ചൊക്കെ കറങ്ങണത്. അഹങ്കാരം ഇല്ല എന്ന് പറയുന്ന ആളുകളും അഹങ്കാരമുണ്ട്. അഹങ്കാരം വേണ്ടേ? പക്ഷെ ആ അഹങ്കാരത്തിന്റെ കനം അത് കട്ടി കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ കഴിയും. ഏത്? സാത്വിക ഭാവത്തിന്റെ അവിടെയും ഉണ്ട് വിദ്യാഹങ്കാരം. ഞാൻ അറിവുള്ളവനാണെന്നുള്ള അഹങ്കാരം ഉണ്ട്. അതാണ് മാറ്റാൻ പ്രയാസം എന്ന് പറയുന്നുണ്ട്. ഉണ്ട്. ഇവിടെ മറ്റ് അഹങ്കാരത്തെ ഒക്കെ തീർക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ എനിക്ക് കുറെ അറിവുണ്ട് എന്നുള്ള അതുണ്ടല്ലോ. അതാണ് സാത്വികമായ ആ അഹങ്കാരത്തെ ഒരു സഞ്ചരിക്കുന്ന ലൈബ്രറി കണക്കെ ആവാം. സഞ്ചരിക്കുന്ന ലൈബ്രറിയാണ്. ഏത് ചോദിച്ചാലും അല്ലേ? പക്ഷെ അയാളെ സംബന്ധിച്ച് അത് ഉയർത്താൻ കഴിയില്ല. അപ്പോഴാണ് അയാൾ ഗുണാതീതനാവുന്നത്. അയാൾക്ക് ഏത് ഗുണത്തിലേക്ക് ഇറങ്ങി വരാം. എങ്ങനെയാണ്? ഒരു പണ്ഡിതന്റെ മുന്നിൽ ഒരു പണ്ഡിതനായും ഒരു കൊച്ചു കുട്ടിയുടെ മുന്നിൽ ഒരു കുട്ടിയുടെ തലത്തിലേക്കും അയാൾക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഏത് ഗുണത്തിലേക്ക് അയാൾക്ക് ഇറങ്ങി വരാം? യഥേഷ്ടം. അയാളുടെ ഗുണം എന്താ? അയാൾ പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. അയാളെ നമ്മൾ സംസ്കൃതത്തിൽ ഗുണമില്ലാത്ത ആളെന്ന് പറയും. മലയാളത്തിൽ ഗുണമില്ലാത്ത ആൾ എന്ന് എന്തായി? ഒരു ഗുണം ഒന്നിനും കൊള്ളാത്ത ആളെന്ന് പറയും. അതല്ല. അതുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരമായി ഗീതയിൽ ഭഗവാൻ അരുളുന്നു, മാമേ വയേ പ്രബദ്ധ്യന്തേ മായാമേദാന്തരന്തിതേ എന്നാ പറയുന്നത്. ആരെന്നെ തന്നെ ശരണം പ്രാപിക്കുന്നുവോ അവർ ഈ മായയെ തരണം ചെയ്യുന്നു. അത് മുഖ്യമായി പഠിക്കാനുള്ളതാണ്. എന്നെ തന്നെ. ആരാ ഞാൻ? ആത്മാ. ആത്മാ. ഇവിടെ രണ്ടില്ല. ആരാണോ മമ ഈ മായയെ തരണം ചെയ്യും. മാമേവയെ പ്രപദ്യന്തേ മായാമേതാന്തരന്തിതേ. ആരെന്നെ തന്നെ ശരണം പ്രാപിക്കും. അവിടെ ഞാൻ എന്നുള്ളത് ആ കാഴ്ചപ്പാട് ഒരു കാരണവശാലും നമ്മൾ വ്യക്തിനിഷ്ഠമാക്കരുത്. അതേതാ? ആ പരം തത്വം രണ്ടില്ല. അവിടെ ഈശ്വരൻ എന്ന് പോലും നമുക്ക് പറയാൻ നിവൃത്തിയില്ല. എന്തുകൊണ്ട്? ഈശ്വരൻ എന്ന് പറയുമ്പോൾ അവിടെ ഈശ്വരൻ ചെയ്യുക എന്നുള്ളൊരു കർത്തവ്യമുണ്ട്. അപ്പോഴാണ് ഈശ്വരൻ ഉണ്ടാവുന്നത്. ഇവിടെ ഈശ്വരൻ എന്ന് പറയാൻ പറ്റില്ല. ബ്രഹ്മം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. പറയാൻ പറ്റും. അങ്ങനെ അല്ലാതെ ഒരു നമുക്കൊന്നും പറയാൻ വയ്യ. അതുകൊണ്ട് ആ ബ്രഹ്മം എന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. അതിനെ ശരണം പ്രാപിക്കും എന്ന് പറഞ്ഞാൽ ഇനി വേണമെങ്കിൽ അതിനെ ഇറക്കിക്കൊണ്ടുവന്ന് പല പേരിൽ പറയാം. ഊർജന്നോ ഒക്കെ പറയുമ്പോൾ അതിൽ പരിമിതികളുണ്ട്. ആത്യന്തികമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഊർജവും അതുപോലെ ദ്രവ്യവും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ ഉപരി ഉണ്ട്. അതിനെ എങ്ങനെ ഊർജം എന്ന് പറയാൻ പറ്റും? പക്ഷെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൽ ഇറക്കിക്കൊണ്ടുവരുമ്പോൾ അത് പലതരത്തിൽ പറയും, പരിധി നിശ്ചയിച്ചിട്ട്. അപ്പൊ ആത്മാ എന്ന് പറയുന്നതാണല്ലോ. ആത്മാ എന്ന് പറയുമ്പോഴേക്കന്നെ ബ്രഹ്മം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും അവിടെ ശരീരനിഷ്ഠമായിട്ട് പറയുമ്പോഴാണ് ആത്മശബ്ദം പ്രയോഗിക്കുന്നത് തന്നെ. ഹാളിന്റെ ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഹാളിനുള്ളിൽ എന്ന് പറയുന്നത്. പുറത്ത് എന്ന് പറയുന്നത് ഹാളിന് പുറത്തിരിക്കുന്നതുകൊണ്ടാണ്. ഉള്ളിലും പുറത്തും അല്ല എന്ന് പറയുമ്പോൾ അല്ലേ, ഹാള് ചുമര് നീക്കം ചെയ്താൽ എന്തായി? ചുമരിനെ അപേക്ഷിച്ച് അകത്ത്, ചുമരിനെ അപേക്ഷിച്ച് പുറത്ത്. ഇതൊക്കെ ആപേക്ഷികമാണ്. നിരപേക്ഷമായി ഞാൻ അകത്തുമല്ല പുറത്തുമല്ല, ജീവാത്മാവുമല്ല പരമാത്മാവുമല്ല, ആത്മായേകം. അവിടെയും പരിധിയുണ്ട്. ആത്മാശബ്ദം എപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു മതിൽക്കെട്ടിനകത്തിരിക്കുമ്പോഴാണ്. എന്നാലും സമഷ്ടി വ്യക്തിത്വത്തെ നമ്മൾ പറയുമ്പോൾ അത് ബ്രഹ്മം എന്ന് പറയും. അതുകൊണ്ട് പറയുകയാണ്, അതിനെ ശരണം പ്രാപിക്കൂ. എല്ലാവരും തലകൊഴിയും ആ ഒരു ശക്തിയുടെ മുന്നിൽ. നേരത്തെ പറഞ്ഞ അങ്ങനെയല്ല. ഓരോ തലത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരുമ്പോൾ എന്റെ എന്നുള്ള ആ മമത്വം അതിലേക്കും ആരോപിക്കപ്പെടുന്നു. എന്റെ ദൈവം നിന്റെ ദൈവത്തിനോളം പോരില്ല അല്ലേ? ഇനി ദേവതാ തലത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കില്ലേ, സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചൊല്ലാം. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് ഞാൻ ഉപാസിക്കുന്നത് തന്നെയാണ് കേമം എന്നൊരു തോന്നൽ അവിടെ ഉണ്ട്. അതുണ്ടെങ്കിലേ ഉള്ളൂ അഹങ്കാരല്ലേ. അത് ഇല്ലേ, ഓരോരുത്തർക്കും ഓരോ പരിധി ഉണ്ടാവും. എന്റെ കേമത്തെ എങ്ങനെയെങ്കിലും ഒക്കെ ഉണ്ടാവും, ഞാൻ കേമനാണ്. എന്തെങ്കിലും നുറുങ്ങുന്നതായിരിക്കും. അത് വെച്ചിട്ടാണ് ഞാൻ കേമം എന്ന് പറയുന്നത്. അറിയുന്തോറും ആർക്കും അറിവില്ലായ്മ ബോധ്യമാ. കൂടുതൽ അറിയുമ്പോൾ മനസ്സിലാവും ഞാൻ ഒന്നുമല്ല.
അപ്പോഴേക്ക് വേറൊന്നിൽ ഞാൻ എൻ്റെ കേമത്തം വരും. അതിനെക്കുറിച്ച് അറിയുമ്പോഴും ഞാനൊന്നും അറിഞ്ഞില്ല. അതിൽ അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാതൃ. അതിങ്കൽ എങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന ഈ മർത്യൻ കഥ എന്ത് കണ്ടു? ഒരു കഥയും കണ്ടിട്ടില്ല. അത്രയേ ഉള്ളൂ.